മഹാത്മജിയുടെ മഹത്തായ ആശയങ്ങൾ ലോകമാകെ സ്വീകരിക്കുമ്പോൾ രാജ്യത്തെ ഒരു വിഭാഗം തിരസ്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധി മ്യൂസിയം മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. രാജ്യത്തിന്റെ വഴികാട്ടിയും മാർഗദർശിയുമാണ് മഹാത്മജി. ചരിത്രത്തിൽ നിന്നും പാഠഭാഗങ്ങളിൽ നിന്നും ഗാന്ധി ആശയങ്ങൾ നീക്കം ചെയ്യാനുള്ള കുൽസിത ശ്രമം നടക്കുന്നുണ്ട്. മാനവരാശിക്ക് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന് മഹത്തായ സന്ദേശങ്ങൾ കാണിച്ചു തന്ന ഗാന്ധിജിയുടെ വേർപാട് ലോകത്തിന്റെ തന്നെ തീരാനഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആശയം ഉൾക്കൊണ്ട് സമൂഹം പ്രവർത്തിക്കുമ്പോൾ ഗാന്ധിജി ഇന്നും ലോകത്ത് ജീവിക്കുകയാണ്. മഹാത്മജിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ പേർ ഗാന്ധി സത്യത്തിലേക്ക് മാറുകയാണ്. ചരിത്രത്തിലെ ഗാന്ധിജിയെ വർത്തമാനകാലത്തിൽ പരിചിതമാക്കാൻ ശബരി ആശ്രമത്തിന് ഏറെ ചെയ്യാൻ കഴിയുമെന്നും എം.പി. പറഞ്ഞു. മാനവരാശിക്ക് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, ലോകമെങ്ങുമുള്ള മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള നന്മയുണ്ടാകാൻ വേണ്ടി സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം. സമത്വമാണ് നമ്മുടെ ലക്ഷ്യം, ഐക്യമാണ് ലോകത്തിന് വേണ്ടത്. ആ സത്യവും സ്നേഹവും അതുപോലെ തന്നെ അഹിംസയും, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെ ആണ് ലോകത്ത് സൗഹൃദം ഉണ്ടാകുക. ഹരിജൻ സേവക് സംഘ് കേരള പ്രസിഡന്റ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി എം.എൻ. ഗോപാലകൃഷ്ണ പണിക്കർ, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി. ബിജോയ്, ലക്ഷ്മിദാസ്, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ, മുൻ എം.എൽ.എ. കെ.എ. ചന്ദ്രൻ, വി.കെ. ജയപ്രകാശ്, കാഞ്ചന സുദേവൻ, ഗീതാ ശിവൻ, മലമ്പുഴ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എസ്. സദാശിവൻ എന്നിവർ സംസാരിച്ചു.